ഞങ്ങളിപ്പോൾ കരുവഞ്ചാൽ ടൗണിലുള്ളത്. അപ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷ വാർത്ത അറിയിക്കേണ്ട, അതായത് ടോമി സേവ്യർ എന്ന് പറഞ്ഞ സാറ് ഞങ്ങളെ കാണുകയും ഞങ്ങൾക്ക് 10 രൂപ ഒരാളുടെ അടുത്ത് എത്തുന്നുണ്ടെങ്കിൽ അത് അർഹതപ്പെട്ടവൻ സ്വീകരിക്കുമ്പോൾ അതിന് കോടിയുടെ വിലയല്ല. കാരണം ഞാൻ അനുഭവിച്ച ആളാണ്. അപ്പം നിങ്ങൾ മിഷൻ 1 റുപ്പി ചലഞ്ചുമായിട്ട് വന്നേക്കുന്ന നിങ്ങൾ 2 യുവാക്കളെ ഞങ്ങൾ അമ്പലവയൽ ടു പിന്നെ തുടങ്ങിയിട്ട് ഓൾ ഇന്ത്യ ലെവലില് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ സൈക്കിളിൽ വന്ന് ഇത്ര വലിയൊരു യാത്രയിൽ 2 പേരെ കാണുന്നത്. അപ്പം നിങ്ങളുടെ ആ ഒരു എയിം 1 റുപ്പിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ എവിടെയാ? കരുവഞ്ചാൽ. I think the girls with their nails done now. Girls with their ഇപ്പോൾ ഞങ്ങളുള്ളത് എവിടെയാ പക്ഷേ കാരഞ്ചാലല്ലോ, കരുവഞ്ചാലാണ് കേട്ടോ. കരുവഞ്ചാൽ ടൗണിലാണ്. ഈ പറഞ്ഞ പോലെ ഏത് ടൗണിൽ പോയാലും എല്ലാവരും നല്ല സപ്പോർട്ടും നല്ല സ്നേഹമാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്കൊരു വ്യത്യസ്തമായൊരു ചേട്ടനെ കിട്ടി. അപ്പോൾ ഞങ്ങൾക്കൊരു വ്യത്യസ്തമായ ചേട്ടനെ കിട്ടിയെന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ അനുഭവങ്ങൾ ഭയങ്കരമായിട്ടോ. നല്ലൊരു ചേട്ടനാണ്. ചേട്ടൻ ഒരു ആക്സിഡൻ്റൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഒന്നുമല്ലാത്ത ജീവിതത്തിൽ നിന്ന് വീണ്ടും എന്താ പറയുക കയറി അല്ലെങ്കിൽ ഒന്ന് പുരോഗമിച്ച് വരുന്നൊരു ചേട്ടനാട്ടോ ജീവിതത്തിൽ. അപ്പോൾ ചേട്ടൻ്റെ പേരെങ്ങനെ? എൻ്റെ പേര് ബിജു. ഇവിടെ തന്നെയാണോ? ഞാൻ വായട്ടോർമ്മ. ചേട്ടൻ ചെറിയൊരു ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ടൗണിൽ തന്നെ. പച്ചക്കറി കട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചേട്ടനോട് ചേട്ടൻ്റെ അനുഭവങ്ങളെ കുറിച്ച് നമുക്ക് 2 വാക്കൊന്ന് ചോദിച്ചോളാം. ചേട്ടൻ എന്താ പറയാനുള്ളത്? അപ്പോൾ ഞാൻ നിങ്ങളിങ്ങനെ വന്ന് ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ആദ്യം നിങ്ങളുടെ യാത്രയും ലക്ഷ്യവും വിജയം കാണട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം തന്നെ ആദ്യം ഞാൻ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ഇതാരെങ്കിലും ഒന്ന് അനുകരിച്ചു പോയാൽ, നിങ്ങളിപ്പോൾ 5 വീടോ 6 വീടോ സാധ്യമായാൽ ഇത് അനുകരിച്ച് ഒരാളെങ്കിലും ഒരു വീടിന് വേണ്ടിയിട്ടെങ്കിലും ഒരു പരിശ്രമം നടത്തിയാൽ അതായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ, ഇതിനെ കഴിഞ്ഞ് വലിയ വിജയം. തീർച്ചയായിട്ടും അതായിരിക്കും. അതായത് നിങ്ങൾ 6 വീടുണ്ടാക്കുന്നതിനെ കഴിഞ്ഞ് വേറൊരാൾ ഈ പ്രചോദനം കൊടുക്കാൻ പറ്റിയാൽ അതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം. തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാനിപ്പോൾ ചിന്തിച്ച് നിർത്തിയാണെന്ന് വെച്ചാൽ നിങ്ങളിപ്പം വന്ന് പറഞ്ഞില്ലേ, ഞാനിതേ മനസ്ഥിതിയും ചിന്താഗതിയും കൊണ്ടിപ്പോൾ നടക്കുന്ന ആളാണ്. അതെൻ്റെ മനസ്സ് കുറച്ച് താഴോട്ട് പോയി എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് കൂടുതൽ ചിന്തിച്ചു. പക്ഷേ കുറച്ച് കഴിയുമ്പം കുറച്ച് എൻ്റെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുമ്പം കുറച്ച് പുറകോട്ടായി. അപ്പോൾ നിങ്ങളിപ്പം വന്നപ്പം എൻ്റെ ചിന്ത ഇപ്പോൾ ഒരു എനർജി ആയിരുന്നു. എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മറ്റുള്ളവരുടെ സഹായത്താൽ ഒരു വീട് കിട്ടിയതാണ്, സ്ഥലം ഒരാൾ ഇഷ്ടദാനം ചെയ്തതാണ്. അതിപ്പോൾ ഈ സൗകര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ മറ്റുള്ളവരുടെ സഹായങ്ങൾ ഏറ്റവും കൂടുതൽ സ്വീകരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ കൊള്ളാമെന്ന് ചിന്തയുണ്ട്. ശരി. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിച്ച് നടന്നു. കുറച്ച് മെച്ചപ്പെട്ട് എൻ്റെ നില കുറച്ച് മെച്ചപ്പെടുമ്പോൾ എൻ്റെ മൈൻഡ് അങ്ങോട്ട് താഴോട്ടായി. അങ്ങനെ ഒരു കാഴ്ചപ്പാടിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ച് വെച്ചത് നിങ്ങളോട് ഞാൻ പറയാം, എനിക്ക് കിട്ടിയതുപോലെ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും എന്തെങ്കിലും അതുപോലെ ചെയ്ത് കൊടുക്കും. 5 സെൻറ്റ് സ്ഥലവും വീടും സാധ്യമാക്കി കൊടുക്കണം ഞാൻ തമ്പുരാനോട് പ്രാർത്ഥിക്കാറ്. പക്ഷെ ഇപ്പം ഞാൻ ലേശം മെച്ചപ്പെട്ട് വരുമ്പോൾ വീട് അവിടെ നിൽക്കട്ടെ, സ്ഥലമെങ്കിലും ചെയ്യാം. നാളെ അത് മാറിപ്പോവാം, ആ അവസ്ഥ എങ്ങനെ മാറി എന്തെങ്കിലും ഒന്ന് കൊടുത്തേക്കാം എന്ന ചിന്തയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി നിങ്ങളിങ്ങനെ വന്ന് കാണുമ്പോൾ നമുക്ക് നമ്മുടെ ചിന്തയ്ക്ക് കുറച്ചുകൂടി എനർജി കൊടുത്തു, ഉത്സാഹം തന്നു. അതൊക്കെയാണ് എന്നെ സംബന്ധിച്ച് പറയാനുള്ളത്. എന്തായാലും നിങ്ങളുടെ ലക്ഷ്യത്തിനൊക്കെ അതിൻ്റെതായ മൂല്യങ്ങൾ നിങ്ങൾ കാണുന്ന രീതിയിലല്ലാതെ അതിനപ്പുറമുണ്ട്. തീർച്ചയായിട്ടും. എന്നുവെച്ചാൽ ഇത് അനുഭവിക്കുന്നതിന് അതിൻ്റെ ഫീൽ അറിയുള്ളൂ. അതെ തീർച്ചയായിട്ടും. അത് സ്വീകരിച്ച ഒരാൾക്കേ അറിയുള്ളൂ. കൊടുക്കുന്ന നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടോ 10 രൂപ ഒരാളുടെ അടുത്ത് എത്തുന്നുണ്ടെങ്കിൽ അത് അർഹതപ്പെട്ടവൻ സ്വീകരിക്കുമ്പോൾ അതിന് കോടിയുടെ വിലയല്ല. കാരണം ഞാൻ അനുഭവിച്ച ആളാണ്, അത്രയും അനുഭവിച്ച ആളാണ്. അതുകൊണ്ടിട്ട് ഈ ചുരുങ്ങിയ ഒരു കാലഘട്ടം ഞാൻ അത്രയും പരീക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. എന്ന് പറഞ്ഞാൽ ഞാനൊരു മരക്കച്ചവടക്കാരനായിരുന്നു. കച്ചവടം ചെയ്ത് അഭിവൃദ്ധിയുള്ള സമയത്ത് 50 ലക്ഷം രൂപ വരെ വായ്പ മേടിച്ചിട്ടുള്ള ആളായിരുന്നു ഈ ടൗണിൽ ഒരു പകല്. അന്ന് കിട്ടുമായിരുന്നു. പിന്നെ എനിക്ക് 100 രൂപ പോലും കിട്ടിയാലാത്ത അവസ്ഥയായി. അപ്പം ആരുമില്ല, സ്വന്തക്കാരോ ബന്ധുക്കളോ നമ്മൾ കാണുന്നവരൊന്നുമില്ല എന്ന് വിചാരിക്കുമ്പോൾ ഒന്നുമല്ല ആരുമല്ല എന്ന് വിചാരിച്ചവരിലൂടെ ആണ് എനിക്കിപ്പോൾ ഈ 2ാം ജന്മം കിട്ടിയതും സാധ്യമാകുന്നത്. ചികിത്സാ സഹായവും കിടപ്പാടും വീടും ഒക്കെ ഒരുങ്ങിയത് അങ്ങനെയാണ്. അപ്പം പിള്ളേരൊക്കെ പ്രാർത്ഥിക്കായിരുന്നു ഒരു വീടുണ്ടാകണം ഉണ്ടായിരുന്നു.
ഞാൻ പറയും ഇതൊന്നും വേണ്ട, എൻ്റെ കാലം സുഖമായി കിട്ടാൻ വേണ്ടി നടക്കില്ലാത്ത കാര്യമെന്ന് വിചാരിച്ചു. ശരി. അപ്പോൾ അതിൻ്റെ പിന്നിൽ ആരൊക്കെ പരിശ്രമങ്ങളെന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. അതുകൊണ്ടിട്ട് നിങ്ങൾക്ക് 100 ആശംസകളും വിജയാശംസകളും. താങ്ക് യു. 100 സന്തോഷങ്ങളും. വിജയിച്ച് പോകണം, അതിൻ്റെ ഭാഗമാകാൻ പോലും മനസ്സ് സന്തോഷമായി. തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിങ്ങൾ വലിയൊരു ഭാഗമായിട്ടുണ്ട് ഓൾറെഡി. അതെ, ഇനി നിങ്ങളുടെ പ്രവൃത്തിയിൽ ഞങ്ങളും ഭാഗമാവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ ചേട്ടൻ്റെ ആ നല്ല നല്ല വാക്കുകൾക്ക് സ്നേഹപ്രകടനങ്ങൾക്ക് ഞങ്ങൾ ഒത്തിരി നന്ദി. ശരിക്കും ചേട്ടൻ്റെ അനുഭവം കേട്ടപ്പോൾ ശരിക്കും ഞങ്ങളുടെ കണ്ണ് നിറഞ്ഞു. ശരിക്കും എന്നുവെച്ചാൽ അതൊരു ഫീലാണ്, വേറെ ഫീല്. അത് അനുഭവിക്കുന്നവർക്ക് പ്രത്യേകിച്ചും ചേട്ടൻ പറഞ്ഞ പോലെ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, നന്ദി ഒരുപാട്. സുഹൃത്തുക്കളെ, നല്ല കാര്യമാണ് പറയാൻ പോകുന്നത്. ഇവരുടെ ഈ ദൗത്യത്തിന് എല്ലാവിധ ആശംസകളും. അതാണ് പറയാനുള്ളത്. PT സ്കൂൾ ബാറിന് ഇവർക്ക് എല്ലാവിധ ആശംസകളും നേർന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ ടൗണുള്ളത് പിന്നെ കരുവഞ്ചാലാണ്. കരുവഞ്ചാല് നമ്മുടെ ബസ് സ്റ്റോപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് PT സ്കൂൾ ബാർ. അപ്പോ അവിടെ സ്കൂൾ ബാർ മാത്രമല്ല, എല്ലാം ഉണ്ടെന്ന് പറയണം. എല്ലാം ഉണ്ട്. ഇങ്ങനെ നമ്മളെ സ്റ്റാഫ് ഇതാണ് നമ്മളെ അയസ്റ്റന്റ്. ഇതിന് മറ്റേ കടയുടെ ഓളാൻഡ്. പിന്നെ 1974 ഒരു ഫോട്ടോ ആണ് ഈ കടയ്ക്ക് മുന്നാടിയുള്ള. അതും കൂടി വെച്ചോ. ഈ കട ഇരിക്കുന്ന സ്ഥലം, ഈ കട ഇരിക്കുന്ന നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ വൃത്തിയായിട്ട് പിടിക്കാതെ. ഒരു മിനിറ്റ്. അപ്പൊ ചേട്ടാ രണ്ടുപേരും കൂടെ ഒന്ന് എന്തായാലും എല്ലാവിധ ആശംസകളും. എല്ലാവർക്കും ഒരു മാതൃകയായിരിക്കട്ടെ. അതെ, ഈ ഇതുപോലത്തെ ദൗത്യങ്ങൾ തുടങ്ങാൻ യുവാക്കൾക്ക് നിങ്ങളിലൂടെ ഒരു പ്രചോദനമായാൽ ഞങ്ങൾക്ക് അതിൽ 1973 കാലഘട്ടം കേട്ടോ. 1973 കാലഘട്ടത്തിലെ ടൗണിന്റെ ഒരു ഫോട്ടോയാണ് ഇത്. അതെ, ക്യൂ നിൽക്കുന്ന ആളാണ്. 1973 അല്ലേ? 73 ഇതൊരു സിനിമ ടാക്കീസ് ആണ് ഈ കരുവഞ്ചാൽ ടൗണിലെ. അപ്പൊ അവിടെ PT സ്കൂൾ ബാറിന്റെ ഇപ്പോഴത്തെ ഓണറിന്റെ ആദ്യത്തെ കടയാണ് ഇപ്പുറത്ത് കാണുന്ന കട. പിന്നെ അതിന്റെ വല സൈഡിൽ കാണാം. ഓക്കെ, ഇത് മാറ്റിനി കഴിഞ്ഞിട്ട് ആൾ ഇറങ്ങി വരുന്നതാണ്. ഈ ഫോട്ടോയൊക്കെ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന പലർക്കും അപരിചിതമായിരിക്കും. കാരണം ഈ കാലഘട്ടം എന്ന് പറഞ്ഞാല് എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് എന്ന് ചിന്തിച്ചാൽ 1973 ഇങ്ങനെ ഒരു ഫിലിം കാണാൻ വേണ്ടി ഇത്രയും ജനക്കൂട്ടം ഇവിടെ കൂടി വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഫോട്ടോ കാണാൻ പറ്റുക എന്ന് തന്നെ പറഞ്ഞാൽ ആ ഒരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഇത് നമ്മളെ PT സ്കൂൾ ബാറിലെ ചേട്ടന്റെ അച്ഛൻ തുടങ്ങി വെച്ച ഒരു സംരംഭം. സുഹൃത്തുക്കളെ, അപ്പോൾ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ കൂൾ ബാറിൽ എണ്ണക്കടികൾ ലഭ്യമാണ് ലൈവായിട്ട്. അത് എവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്നതല്ല, ഇത് ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ലൈവ് കടികളാണ്. ഇതാ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? സുഖിയൻ ഉണ്ടാക്കുക അല്ലെ? സുഖിയൻ ഉണ്ടാക്കുന്നുണ്ടോ? ഫ്രഷ് കടികളാണ് അപ്പൊ ഉണ്ടാക്കി കൊടുക്കുക. ഈ ചേട്ടനാണ് ഈ കടികളൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ? പിന്നെ ഇതാ ഞങ്ങളിതാ മാവും കാര്യങ്ങളെല്ലാം കുഴച്ച് വെച്ചിരിക്കുന്ന കടികൾക്ക് പരിപ്പുവടയ്ക്കുള്ള സാധനം, ഉഴുന്നുവടയ്ക്കുള്ള സാധനങ്ങൾ, ലൈം എടുക്കാൻ വേണ്ടി ലൈമിന് പഞ്ചസാര ഒക്കെ കലക്കാനുള്ള പരിപാടിയാണ്. എല്ലാം അടിപൊളി. ഇതാ ഫ്രഷ് സാധനങ്ങളെല്ലാം ഫ്രഷായിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. ഉണ്ടാക്കി വെക്കുന്ന പരിപാടിയൊന്നുമില്ല, അപ്പം അടിച്ചു കൊടുക്കുകയാണ്. കടികളൊക്കെ ആണെങ്കിലും അതെ. ഞങ്ങളിതാ വീണ്ടും ഇവിടെ തന്നെ കരുവഞ്ചാൽ ടൗണിൽ തന്നെയാണ്. ഞങ്ങളൊരു ഷാജേട്ടനെ പരിചയപ്പെട്ടു കേട്ടോ. ഈ ഷാജേട്ടൻ എന്ന് പറഞ്ഞാൽ ഷാജേട്ടൻ ആശയങ്ങളും വാക്കുകളും എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ശക്തിപ്രദമായിട്ടുള്ള ഒരു ചിന്താഗതി. അതെ, ആ വാക്കുകൾ ശരിക്കും ഹൃദയത്തിൽ തട്ടുന്ന വാക്കുകളാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിനെ ഒന്ന് പരിചയപ്പെടാം. ഷാജേട്ടന് പറയാനുള്ള 2 വാക്കുകൾ ഞങ്ങളോടൊന്ന് പറയാറുണ്ട്. നമ്മൾ മറ്റുള്ളവരെ കാണുന്നത് ഹൃദയം കൊണ്ട് കാണാൻ ശ്രമിച്ചാൽ അവരുടെ വേദനകളും വിഷമങ്ങളും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. കണ്ണുകൊണ്ട് കാണുന്നതിന് ഒരുപാട് ന്യായങ്ങളുണ്ടാവും. ഹൃദയം കൊണ്ട് കാണുന്നതിന് ന്യായം ഒന്നേ ഉണ്ടാവുള്ളൂ, അത് സത്യമായിരിക്കും. അത് തന്നെ ഇവരോട് പറയുന്നു. കരുവഞ്ചാൽ ടൗണിലാണ് ഞങ്ങൾ. അപ്പോൾ അതുപോലെ ഷോപ്പിൻ്റെ പേരെന്താ ചേട്ടൻ? സിസ്റ്റം ഇൻവെർട്ടേഴ്സ് ആൻഡ് ബാറ്ററീസ് കരുവഞ്ചാൽ എന്നാണ് ഇത് ഷോപ്പാണ്. അപ്പോൾ ഇവരുടെ ഈ ദൗത്യത്തിന് എല്ലാവിധ സപ്പോർട്ടും സഹകരണവും ആത്മാർത്ഥമായ പ്രാർത്ഥനയും എൻ്റെ ഹൃദയം നിറഞ്ഞ കൃതജ്ഞത അറിയിക്കുന്നതാണ്. താങ്ക് യു. അപ്പോൾ ഞങ്ങളിപ്പോൾ കരുവഞ്ചാൽ ടൗണിലുള്ളത്. അപ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷ വാർത്ത അറിയിക്കേണ്ടത്, അതായത് ടോമി സേവ്യർ എന്ന് പറഞ്ഞ സാറ് ഞങ്ങളെ കാണുകയും ഞങ്ങൾക്ക് എന്താ പറയുക നല്ല പ്രോത്സാഹനം തരികയും നല്ല സപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ്. അപ്പോൾ സാറിന് പറയാനുള്ള 2 വാക്കും കൂടി നിങ്ങൾക്ക് കേൾക്കാം. ഇവരുടെ ഈ
ഉദ്യമത്തിന് വളരെയേറെ സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ ഇന്ത്യയുടെ എല്ലാ വശങ്ങളും കാണാനും എല്ലാ സംസ്ഥാനത്തൂടെയും പോകാനും അതുവഴി ഇവർക്കുണ്ടാകുന്ന ഒരു ദേശീയ ബോധത്തെ ഒരു ഉണർവുണ്ടാകാനും അതുപോലെ തന്നെയുള്ള ചെറുപ്പക്കാർക്കൊരു പ്രചോദനമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇവരുടെ എല്ലാ പരിപാടികൾക്കും ഈ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും നേരുകയും ചെയ്യുന്നു. താങ്ക് യു. ഇവരുടെ യാത്ര ദൈവത്തിൻ്റെ നാമത്തിൽ യാതൊരു അപകടവും യാതൊരു കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടാകാതെ അവരെ തിരിച്ച് അവരുടെ ഉദ്യമങ്ങൾ പൂർത്തിയാക്കി എത്തിക്കാനുള്ള ശക്തി സർവശക്തനായ ദൈവത്തിന് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അവർക്ക് വേണ്ടി. താങ്ക് യു ചേട്ടാ. അതെ കരിഞ്ചാലിൻ്റെ വക ഒരുപാട് ആശംസകൾ നേരുന്നു. 5-10 വീടുകൾ ഇപ്പം 5ആണല്ലോ വീടെടുക്കുന്നത്. അത് 10ഓ 15ഓ ആക്കി നാടിനും നമ്മുടെ ഇന്ത്യക്ക് മൊത്തം ഒരു അഭിമാനമായി മാറട്ടെ. നന്നായി വരിക, ഉഷാറായിട്ട് വരട്ടെ. ഈ ചാനൽ നന്നായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ പിള്ളേരാണ് കേട്ടാ, നല്ല അടിപൊളിയാക്കിയ ഉഷാറായിട്ട് വരും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് കരുവഞ്ചാല് മാർക്കറ്റിലാണ്, അതായത് ഫിഷ് മാർക്കറ്റിലാണ്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പോലെ തന്നെ നല്ല ഫ്രഷായിട്ടുള്ള മീനുകൾ ഇവിടെ ലഭിക്കുന്നതാണ്. അതെ, ഫ്രഷ് ഫിഷ്. അപ്പോൾ ചേട്ടൻ്റെ പേര് ബഷീർ എന്നാണ് അല്ലേ? ബഷീർ ഖാനെ കുറിച്ച് ഒരു പ്രത്യേക കാര്യം പറയേണ്ടത്, ബഷീർ ഖാൻ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാട്ടോ. കാരണം ഞങ്ങൾക്ക് നല്ലൊരു സംഭാവന തരിക മാത്രമല്ല, പാരവശ്യ ഭക്ഷണം വാങ്ങി തരാനും ആ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല ആശയങ്ങൾ ഞങ്ങൾക്ക് പകർന്നു തരാനും എന്താ പറയുക, ഞങ്ങളുടെ യാത്രയിലെ ഓരോ വാക്കുകൊണ്ടാണെങ്കിലും ശക്തി പകരാനും കാണിച്ച ബഷീർ ഖാൻ്റെ സ്നേഹത്തിന് ഒരുപാട് നന്ദി. നമുക്ക് ബഷീർ ഖാനോട് എന്തെങ്കിലും പറയാനുണ്ടോ ചോദിച്ചാൽ? ബഷീർ ഖാൻ ഇങ്ങനെ ഇവർ വരുന്ന മനസ്സിൻ്റെ ഇവർ നല്ലൊരു ഇതായിട്ടാണ് ഇവിടെ ഇറങ്ങിയിട്ടുള്ളത്. എല്ലാ വിധത്തിലും എല്ലാവരും സഹകരിക്കണം, അവരെ വിജയിപ്പിക്കണം. ഇങ്ങനത്തെ കുറേ ആൾക്കാർ വരണം. എന്നുവെച്ചാൽ ഞാനൊക്കെ വീടില്ലാണ്ട് പല സ്ഥലത്തുനിന്ന് ഞാൻ കഷ്ടപ്പെട്ട് വന്നവനാണ്. ഞാൻ പണിയെടുത്തിട്ട് ഞാൻ ഇപ്പം ഉണ്ടാക്കിയാണ് വീട്. എനിക്കറിയാം ഒരു വീടില്ലാത്ത വിഷമം. എന്നുവെച്ചാൽ ഞാൻ ഒന്നുമില്ലാണ്ട് വാതിൽ പോലും ഇല്ലാണ്ട് ഞാൻ കടന്നവനാണ്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ വിഷമമുണ്ട്. ഇങ്ങനത്തെ ഇങ്ങനെ ആൾ വരുമ്പോൾ അവർക്ക് വേണ്ടി സഹകരിക്കണം, എല്ലാവരും സഹകരിക്കണം. എന്നുവെച്ചാൽ ഇത് മുമ്പോട്ട് പോകണം. ഇങ്ങനത്തെ പല ആൾക്കാരും മുമ്പോട്ട് ഇറങ്ങി വരണം. എന്നിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്തു കൊടുക്കണം. നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീടില്ലായിട്ടും വേറെ ഇടയിലോ പോയിട്ടും നിന്ന് സ്വന്തം ഭാര്യ വീട്ടിൽ വരെ നിന്ന് 11 വർഷം സ്വന്തം ഉമ്മനെയും കൂട്ടി നിന്നതാണ്. പക്ഷെ അതിനെക്കൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. എന്നാലും നമ്മുടെ മനസ്സിന് പറഞ്ഞില്ല, നമുക്കൊരു വീടില്ലാത്തതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ നിൽക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. അങ്ങനെ കഷ്ടപ്പെട്ട് എൻ്റെ മനസ്സിലൊക്കെ ചിന്തയുണ്ടായിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ മക്കൾക്കൊരു വീടുണ്ടായി. ഞാൻ കഷ്ടപ്പെട്ടാലും എൻ്റെ മക്കൾ കഷ്ടപ്പെടാൻ പാടില്ല. അവർക്ക് എങ്ങനെയായാലും വീടുണ്ടായി കൊടുക്കുന്നത് ഒറ്റ ചിന്താടി ഉണ്ടായി. അത് രാവും വരെ കഷ്ടപ്പെട്ട് നമ്മൾ വീടുണ്ടാക്കി നമ്മൾ അധ്വാനം കൊണ്ട് അതേമാതിരി എല്ലാവർക്കും കാണുന്നില്ല. പക്ഷെ ഇല്ലാത്ത ആൾക്കാരുണ്ട്, ഒന്നും ഇല്ലാത്ത ആൾക്കാർ. അവർക്കൊരു വീട് വേണം ഉണ്ടായിരുന്നു. ഇങ്ങനെയായാലും എങ്ങനെ ഇറങ്ങിയിട്ടായാലും അവർ മനസ്സിൽ സന്തോഷം തരും. വീടില്ലാത്ത ആൾക്കാർ പിന്നെ അസുഖമില്ലാതെ അസുഖം മാറിയിട്ട് അസുഖം കുറയണം. എന്നാലും അവരുടെ മനസ്സിൽ ചെറിയൊരു അസുഖം വന്ന് അവരുടെ മനസ്സിലും അതിൻ്റെ ഉള്ളിലാണ് എനിക്കെന്താ ഇങ്ങനെ ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ തോന്നും. അതൊന്ന് മാറി കിട്ടുമ്പോൾ അവരുടെ വിഷമം തീരുന്ന നമുക്ക് പറഞ്ഞറിയിക്കാനില്ല. തീർച്ചയായിട്ടും സന്തോഷം വേറെ രീതിയിലാണ്. ഇവരെ എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ ഇവർ പ്രോത്സാഹിക്കണം. ഇവർ മുമ്പോട്ട് ഇവർ വലിയ വിജയത്തിലേക്ക് നമ്മൾ എത്തിക്കണം. ഇവർ ഇന്നല്ല ഇവർ ജീവനില്ല കാലത്തോളം ഇവർ ഇങ്ങനെ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. താങ്ക് യു. എല്ലാവർക്കും ഓക്കെ, എല്ലാവർക്കും നന്ദി. ഞങ്ങളിപ്പോൾ ഉള്ളത് ആലക്കോടാണ്. ആലക്കോട് ടൗണിൽ നമ്മളെ കാസർഗോഡ് പോകുന്ന വഴിക്ക് ആലക്കോട് ടൗണിലേക്ക് ഇടത് സൈഡിൽ ശാലീന ജ്വല്ലറിയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇവർ നല്ല സപ്പോർട്ടാണ് ഞങ്ങൾക്ക്, നല്ല രീതിയിൽ നല്ല സപ്പോർട്ടാണ്. സംഭാവന കൊണ്ടാണെങ്കിലും മാനസിക വാക്കുകൾ കൊണ്ടാണെങ്കിലും ഇവരെ സ്നേഹം കൊണ്ടാണെങ്കിലും നല്ല രീതിയിൽ സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓണറായ ഹരിയേട്ടനാണിത്. മാത്രമല്ല പിന്നെ വ്യാപാരി വ്യവസായ പ്രസിഡന്റും കൂടിയാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. അതുപോലെ ആലക്കോട് ഫിലിം സിറ്റിയുടെ ചെയർമാനും കൂടിയാണ്. അപ്പോൾ എല്ലാ മേഖലയിലും ചെറിയ രീതിയിൽ കൈ കിടത്തുന്ന വ്യക്തിയാണ്. അപ്പോൾ നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. അതുപോലെ നിങ്ങൾ സ്റ്റാഫാണ് 2 സ്റ്റാഫുകളാണ്. പേരെങ്ങനെയാ? അജേഷും പിന്നെ അടിപൊളി. അപ്പോ നമുക്ക് പിന്നെ ഹരിയേട്ടന്റെ 2 വാക്കുകളിലേക്ക് ഒന്ന് കിടക്കാം. ഹരിയേട്ടൻ എന്താ പറയാനുള്ളത് ശ്രദ്ധിക്കാം. നമുക്ക് റിനീഷും
നടത്തുന്ന നല്ലൊരു പരിപാടിയാണ്. പാവപ്പെട്ട ആളുകൾക്ക് വീട് വെക്കുവാൻ വേണ്ടിയിട്ട് കേരളം മാത്രമല്ല ഇന്ത്യയിലുടനീളം സഞ്ചരിച്ചുകൊണ്ട് ആ സന്ദേശം മറ്റുള്ളവരിലേക്ക് പകർത്തുന്ന ആ നല്ല ഉദ്ദേശത്തെ സർവാത്മന വളരെയധികം സന്തോഷത്തോടുകൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. അവരുടെ പ്രയത്നങ്ങൾ വിജയിക്കട്ടെ, അവർക്ക് നന്മകൾ വരട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. താങ്ക് യു. നമ്മുടെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടായിരിക്കും. ഓക്കെ, ഉഷാറാകട്ടെ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ എല്ലാവരും ഞങ്ങൾ എവിടെ വെച്ചിട്ടാണ് പരിചയപ്പെട്ട പക്ഷേ കരുവഞ്ചാൽ സിറ്റിയിൽ വെച്ചിട്ട് ഞങ്ങളൊരു ഫാമിലീനെ ഒന്നല്ല 2 ഫാമിലീനെ അല്ലേ 2 ഫാമിലീനെ പരിചയപ്പെട്ടു. അവരുടെ ഹാപ്പി കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ടോ, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. അവർക്ക് പറയാനുള്ള ചെറിയ വാക്കുകളാണെങ്കിൽ അതൊന്ന് കേൾക്കാം. അമ്മയുടെ പേരെങ്ങനെയാ? എൻ്റെ പേര് ഗീത. ഗീത, എന്താ ഞങ്ങളെക്കുറിച്ച് പറയാനുള്ളത് അമ്മയ്ക്ക്? പിള്ളേരെ ഇങ്ങനത്തെ ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആദ്യമായിട്ട് ഞങ്ങൾ കാണുന്നതാണ്. ഞങ്ങളിങ്ങനെ ഈ സമയത്ത് വന്ന് ഞങ്ങളൊരു ഫിലിം കഴിഞ്ഞിട്ട് വന്നതായിരുന്നു, ആദ്യമായിട്ട് കാണുന്നത്. അപ്പം നിങ്ങൾ മിഷൻ 1 റുപ്പി ചലഞ്ചുമായിട്ട് വന്നേക്കുന്ന നിങ്ങൾ 2 യുവാക്കളെ ഞങ്ങൾ അമ്പലവയൽ ടു തുടങ്ങിയിട്ട് ഓൾ ഇന്ത്യ ലെവലിൽ എന്തൊരു വലിയൊരു പരിപാടിയായിട്ടാണ് നിങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. 1 രൂപ കളക്ട് ചെയ്ത് ഓരോരുത്തരുടെ അടുത്തുനിന്നും പറ്റുന്നവരുടെ അടുത്തുനിന്ന് 1 രൂപ കളക്ട് ചെയ്തിട്ട് 5 വീട് കംപ്ലീറ്റ് ആക്കുക, പാവങ്ങൾക്ക് വേണ്ടിയിട്ട് 5 വീട് കംപ്ലീറ്റ് ആക്കി കൊടുക്കുക എന്നുള്ള ആ മിഷനുമായിട്ട് ആ പ്രോഗ്രാമുമായിട്ട് നിങ്ങൾ ഇറങ്ങിയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ വീടുകൾ 5 അല്ല അതിൽ കൂടുതലാക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. അടിപൊളി. അപ്പം മിഷൻ 1 റുപ്പി ആയെന്ന് പറഞ്ഞ പ്രോഗ്രാമുമായിട്ട് നിങ്ങൾ വന്ന 2 ചേട്ടായിമാർക്ക് ഓൾ ദ ബെസ്റ്റ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ സൈക്കിളിൽ വന്ന് ഇത്ര വലിയൊരു യാത്രയിൽ 2 പേരെ കാണുന്നത്. അപ്പം നിങ്ങളുടെ ആ ഒരു എയിം 5 വീട് നിർമ്മിക്കുക എന്നുള്ള എയിം വേഗം കംപ്ലീറ്റ് ആവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു. താങ്ക് യു. ഇയാൾക്ക് എന്താ പറയാനുള്ളത്? അത്രേ ഉള്ളൂ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ഓക്കെ, ഇനി അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? ഒരു 2 ചെറുപ്പക്കാരൊരു നല്ല പദ്ധതിയുമായി ഇറങ്ങുകയും നിങ്ങളുടെ മനസ്സിലെ ആ നന്മയുടെ ഉറവിടം ഒരിക്കലും പറ്റാതിരിക്കട്ടെ. നിങ്ങളുടെ മിഷൻ ഏറ്റവും നന്നായി പൂർത്തിയാവട്ടെ, പെട്ടെന്ന് പൂർത്തിയാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. അപ്പോൾ സ്ഥലം എവിടെയാ മാഷേ? കരുവഞ്ചാൽ. കരുവഞ്ചാലിലെ ഇന്നത്തെ യാത്ര അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തിൽ കരുവഞ്ചാലിലെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ തീർന്നിരിക്കുകയാണ്. എല്ലാവരും നല്ല സപ്പോർട്ടും നല്ല സ്നേഹവും തന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇനി അടുത്ത ദിവസം നാളെ എന്ന് പറഞ്ഞാൽ ആലക്കോട് ഭാഗത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ അവസാനിപ്പിച്ചു. ഇന്നിപ്പോൾ സ്റ്റേ ചെയ്യുന്ന ഇവിടുത്തെ പള്ളിയിലാണ്. അപ്പോൾ വേറെ ഒന്നുമില്ല. ഇവിടെ എന്താ സംഭവിച്ചാൽ എന്താ ചെയ്യേണ്ട പക്ഷേ നമ്മളെ ഈ വീഡിയോ ഒക്കെ കാണുന്ന ആൾക്കാർ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ മറ്റേ ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ യൂട്യൂബിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെ ഒക്കെ ഐഡിയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതെല്ലാം നോട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെല്ലാം പ്രാർത്ഥന ഞങ്ങളെല്ലാം ഓർക്കുക. അപ്പോൾ വേറൊരു കാര്യം കൂടെ കണ്ട് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ വന്ന ഇന്നലെ കടന്ന സ്ഥലമാണ് കേട്ടോ അത്. അപ്പോൾ അവിടെ സ്റ്റേ ചെയ്യാൻ വന്നപ്പോൾ ഇവിടെ നാളെ ഒരു കല്യാണം നടക്കുന്നുണ്ട്. ആ കല്യാണത്തിനോടനുബന്ധപ്പെട്ടൊരു ഡെക്കറേഷൻ വർക്കുകൾ അവിടെ നടക്കുന്നത്. ഇത് സിയോൺ ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ കരുവഞ്ചാലല്ലേ ചേട്ടായി? അവരാണിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നാളത്തെ പരിപാടിക്ക് വേണ്ടിയുള്ള ഇത് ചെയ്തുകൊണ്ടിരിക്കുക, അലങ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. മനോഹരമായിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ ഇനിയും ഒരുപാട് വർക്ക് വരാനുണ്ട് കേട്ടോ അതിനകത്ത്. ഇതാ ചേട്ടായിയാണ് അതിൻ്റെ ആൾ. ചേട്ടൻ്റെ പേരെങ്ങനെ? ബിജു. കരുവഞ്ചാൽ തന്നെയാണോ? അതെ. ഇങ്ങനെ ചേട്ടാ ഇതാ ഓരോന്ന് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നല്ല ഭംഗിയുണ്ട് അല്ലേ? സൂപ്പർ. അപ്പോൾ ആർക്കെങ്കിലും ഈ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഫംഗ്ഷനിലും ഏത് ഡെക്കറേഷനും വേണമെങ്കിലും ഇവർ ചെയ്തു തരും. അപ്പോൾ ആരെങ്കിലും വേണമെങ്കിൽ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക. ചേട്ടൻ്റെ നമ്പർ എത്ര ഏട്ടായി? 9495 ഓക്കെ. ഹലോ ഗൈസ്, ഒരു കാഴ്ച കാണിച്ചു തരാം. നമ്മളെ ബോസിൻ്റെ കുറച്ച് ലീലാവിലാസങ്ങൾ. അതായത് പകൽ മാത്രമല്ല രാത്രിയും അധ്വാനിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ നമ്മളിവിടെ കാണിക്കാൻ വേണ്ടത്. ഓക്കെ, ജസ്റ്റ് വെയിറ്റ്. കണ്ടോ, നാളെ ഇവിടെ ഒരു കല്യാണത്തിൻ്റെ ഒരു ഫങ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷൻ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ബോസിൻ്റെ വക അലങ്കാരപ്പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ചാടയില്ലാതെ ഉണ്ടോ, ഒരു ചാടയില്ലാതെ അദ്ദേഹം അധ്വാനിക്കുകയാണ്. രാവെന്നോ പകലെന്നോ ഒന്നുമില്ലാതെയാണ് അദ്ദേഹം ആ വർക്ക്. എന്താണ് പറയാൻ വാക്കുകളില്ല. അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി കണ്ടില്ലേ, അധ്വാനം കണ്ടില്ലേ, വേർത്ത് ഒഴുകുന്ന കണ്ടില്ലേ എവിടെ. രനീഷേട്ടാ ഇങ്ങോട്ട് നോക്ക് രനീഷേട്ടാ. താങ്കൾ എന്താണ് സാർ ചെയ്യുന്നത്? ഞാനൊരു കെട്ടയച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിൻ്റെ കെട്ടാണ് ഇത്? വേറെ ഒന്നുമല്ല, ഈ പൂക്കളെല്ലാം കെട്ടി വെച്ചിരിക്കുന്നൊരു കെട്ട്. ആഹാ, ആ കെട്ടെല്ലാം നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. വേറൊരു കെട്ടും പെട്ടെന്നൊരു കെട്ടുള്ളൂ. വേറെ പിന്നെ പല കെട്ടുകളും കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ടൈം പെട്ടുപോയില്ല. അത് നാളെ കേൾക്കണ്ട, അതിനൊരു എക്സ്ട്രാ കമന്റ് വരുന്നതായിരിക്കും. അത് ഞാൻ തമാശ പറഞ്ഞാണ്, വെറുതെ പറഞ്ഞാണ്. എന്നെ പൊന്നു ഭാര്യ എന്നെ അല്ലേ തെറ്റിദ്ധരിക്കരുത്.